തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ബഹുമാനപ്പെട്ട PWD ചീഫ് എഞ്ചിനീയർ ശ്രേയ മാഡത്തിന് നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ എന്നിൽ നിന്നും മാഡം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷിക്കാത്ത നടക്കുന്നതാണല്ലോ ജീവിതം. ഇതുവരെ നടന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മാഡം എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതും കല്യാണം നടക്കാനായിട്ട് മാഡം കഷ്ടപ്പെട്ടതും ഭംഗിയായി കല്യാണം നടന്നതും വാഗമണിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതും ഒന്നും പ്രതീക്ഷിക്കാതായിരുന്നു. വാഗമണി ചെന്ന് നല്ല ഭാര്യഭർത്തക്കന്മാരായി സ്നേഹം പങ്കുവെക്കാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ പോയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിട്ട് മാഡം സ്വന്തം വീട്ടിലേക്ക് പോയി. എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് തന്നു. അതും ഞാൻ പ്രതീക്ഷിക്കാത്തതാ. കുട്ടിക്കാലത്ത് അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ണു കാണാത്ത ഒരാൾക്ക് ഒറ്റ ദിവസത്തേക്ക് മാത്രം കാഴ്ച കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ അവന് കാഴ്ച കൊടുത്തു. കാഴ്ച കിട്ടിയ അവൻ അച്ഛനെയും അമ്മയും കാണാൻ ആഗ്രഹിച്ചു. എല്ലാവരെയും, ലോകവും കണ്ട് സന്തോഷിച്ചു. പിറ്റേ ദിവസം അവന്റെ കാഴ്ച ദൈവം തിരിച്ചെടുത്തു. കാഴ്ച പോയവൻ ഒരുപാട് കരഞ്ഞു. ദൈവം അവനോട് ചോദിച്ചു, ഒരു ദിവസം മുഴുവൻ നിനക്ക് കാഴ്ച വന്നില്ലേ, അതിൽ സന്തോഷമില്ലേന്ന്. ദൈവത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇത്രയും നാള് ഞാൻ മനസ്സിൽ ഈ ലോകത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പിച്ചു വെച്ചതെല്ലാം വെറുതെ ആയിപ്പോയി. കാഴ്ച തന്നു, ഞാൻ ലോകം കണ്ടു. ഇപ്പോ വീണ്ടും എന്റെ കാഴ്ച തിരിച്ചെടുത്തു. ഇനി ഞാൻ സങ്കല്പിച്ചു വച്ചിരുന്ന എന്റെ മനസ്സിലെ ലോകം ഇനി എനിക്ക് കാണാൻ പറ്റില്ല. കാഴ്ച തിരിച്ചെടുത്തപ്പോ യഥാർത്ഥ ലോകവും കാണാൻ കഴിയില്ല. എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ച് ദൈവത്തെ ശപിച്ചു. അവന്റെ അതേ അവസ്ഥയിലാ ഇപ്പൊ ഞാനും. മാഡം എന്റെ ഭാര്യയെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മനസ്സിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പറ്റി ചില സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാഡം എന്നെ തേടി വന്ന് എന്നെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കണ്ണില്ലാത്തവന് കാഴ്ച കിട്ടിയതുപോലെ സന്തോഷിച്ചു ഞാൻ. വീണ്ടും കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ എന്റെ ജീവിതത്തിൽ നിന്നും മാഡം പോയി. മാഡത്തിന് ഞാൻ ആരുമല്ലായിരുന്നായിരിക്കാം. അതുകൊണ്ടല്ലേ എന്നെ വിട്ടുപോയത്. പക്ഷെ എനിക്ക് മാഡം അങ്ങനല്ല. എന്റെ ഭാര്യയാണ്, എന്റെ ജീവിതത്തിലെ വെളിച്ചം. അവസാനം വരെ മാഡത്തെ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം എനിക്ക് സാധിക്കാതെ പോയി. മാഡം എനിക്ക് ജീവനാ. എന്റെ ഭാര്യയെ ഞാൻ വിട്ടുപോകണമെങ്കിൽ എന്റെ ശ്വാസം ഇല്ലാണ്ടാവണം. വെറും ശവമായിട്ട് കിടക്കണം. അതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. മരുമോനാള് കൊള്ളാലോ. എന്തൊരു അഭിനയം. മാഡം, ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. അതൊന്ന് ക്ഷമിച്ചൂടായിരുന്നു. ഇപ്പോ ഡിവോഴ്സ് നോട്ടീസ് തന്നു. മാഡത്തിന്റെ മനസ്സ് മാറ്റാൻ എന്നെ കൊണ്ടാവുന്നെല്ലാം ഞാൻ ചെയ്തു. അവിടെ ശൂലം കുത്തി മാഡത്തിന്റെ പിന്നാലെ നടന്ന് മാപ്പ് പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ മഴ നനഞ്ഞ് മാഡത്തിന്റെ വീടിന് മുമ്പിൽ കാത്തു നിന്നു. മാഡം ക്ഷമിക്കുമെന്ന് കരുതി. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി.
എല്ലാം മാഡം മനസ്സിലാക്കണം. അതിനുവേണ്ടിയായി ഈ വീഡിയോ.